നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നമ്മൾ മാർക്കറ്റ് ഇന്നലെ തിങ്കളാഴ്ച ദിവസത്തെ ആ ഒരു ലോയിൽ നിന്ന് 375 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഇന്നലെ നമ്മളുടെ ബാങ്കിങ് സെക്ടറുകളുടെയും IT സെക്ടറിൻ്റെയും എല്ലാം തന്നെ പിന്തുണയോടെ കൂടിയിട്ട് നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. യൂറോപ്യൻ മാർക്കറ്റും യൂറോപ്യൻ ഫ്യൂച്ചറൊക്കെ നമ്മൾ ഒരു 12 മണി സമയത്ത് തന്നെ അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. ഈവൻ US ഫ്യൂച്ചറും പോസിറ്റീവ് ആയിരുന്നില്ല. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. US മാർക്കറ്റ് മിക്സഡായി ഇന്നലെ ക്ലോസ് നടത്തി. യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റായൊരു അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ടൊരു കാര്യം സംഭവിച്ചത്, ഇന്നലെ FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയപ്പോൾ DIs ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയിരിക്കുന്നത്. FIIസിൻ്റെ ബൈയിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2208 കോടി രൂപയാണ്, ഇൻക്ലൂഡിങ് ബ്ലോക്ക് ഡീൽ വഴി. കൂടാതെ തന്നെ DIs 275 കോടി രൂപയുടെ സെല്ല് നടത്തി. DIs വളരെ സ്മാർട്ടായിട്ടാണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ തന്നെയാണ്, റീറ്റെയിലേഴ്സിനെ പോലെ തന്നെയാണ് DIs പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവർ കൃത്യമായിട്ട് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നാളെ US ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. മേ ബി ആ ഒരു വലിയൊരു ഡേറ്റയാണ്. US പണപ്പെരുപ്പ നിരക്കാണല്ലോ വരുന്നത്. അപ്പോൾ US കഴിഞ്ഞ കുറേ ഡേറ്റാസ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് വിരുദ്ധമായ ഒരു ഡേറ്റയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡേറ്റയാണ് നാളെ വരുന്നത്, ഇൻഫ്ലേഷൻ ഡേറ്റ. അപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈവൻ ആ സെപ്റ്റംബറിലെ റേറ്റ് കട്ടിൻ്റെ തീരുമാനങ്ങളെ വളരെ ശക്തമായിട്ട് വ്യതിചലിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ് പണപ്പെരുപ്പ നിരക്ക്. അപ്പോൾ അതാണ് നാളെ വരുന്നത്. കൂടാതെ തന്നെ ഡൊണാൾഡ് ട്രംപും എതിർ പാർട്ടിയും തമ്മിലുള്ള സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ക്യാമ്പയിനും തമ്മിലുള്ള ഡിബേറ്റൊക്കെ തന്നെ ആരംഭിക്കുകയാണ്. US ഇലക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ഷന് മുമ്പ് ഇവർ തമ്മിൽ നടത്തുന്ന ആ ഒരു ഡിബേറ്റൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്താറുണ്ട്. നവംബറിലാണ് US ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷന് മുമ്പേ ഈ ഒരു ഡിബേറ്റൊക്കെയാണ് US രാഷ്ട്രീയ സ്വഭാവം വെച്ചിട്ട് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ US ഇലക്ഷൻ ഇന്ത്യൻ ഇലക്ഷനെ പോലെ തന്നെ ഇന്ത്യക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്ത്യൻ ഇലക്ഷൻ എങ്ങനെയാണോ ഇന്ത്യൻ മാർക്കറ്റിനെ വലിയ രീതിയിൽ വിക്സ് ഉയർത്തിയത്, ചാഞ്ചാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് US ഇലക്ഷനും ഇന്ത്യൻ മാർക്കറ്റിന് അതേ വിക്സ് ഉയർത്തും, അതേ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവും. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ളത് FIIs ആണ്. FIIസിൻ്റെ ഇന്ത്യയിലേക്കുള്ള ഫണ്ട് ഫ്ലോ സ്വാധീനം ചെലുത്തുന്നത് അവിടുത്തെ ഒരു ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിവേ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഡോ റെഡിലടിച്ചു. അതിന് മുകളിലുള്ള 3 FTSE CAC 40 ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റാണ്, റെഡിലടച്ചു. അതിന് മുകളിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് മിക്സാണ്. ഗോൾഡ് ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് $2,516 പെർ ഔൺസ് തിരിച്ചു കയറി. ബ്രന്റ് ഓയിൽ 69, ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ 57,000. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ICICയും HDFCയും ഫോൾ ആയിരുന്നു. എന്നാൽ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ചെറിയൊരു റിക്കവറി. റിലയൻസ് GDRൽ ഇടിഞ്ഞു, ഡോക്ടർ റെഡ്ഡിയും ഇടിഞ്ഞു. ഇന്ന് നമുക്കുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി സ്പോട്ടുള്ളത് 51,273. മേജർ ഫസ്റ്റ് റെസിസ്റ്റൻസ് 51,500, 52,000. സപ്പോർട്ട് 51,000, 50,500. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഡെൽറ്റ ഗെയിലായിട്ട് ഇന്ത്യയിൽ ജോയിൻറ്റ് വെഞ്ചർ 50-50 ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റിൽ റീറ്റെയിൽ ഷോപ്സ് എല്ലാം തന്നെ ആരംഭിക്കാനുള്ള ഒരു പദ്ധതി. ഓയിൽ ഇന്ത്യ, ONGC തുടങ്ങിയ കമ്പനീസ് ഇവർ UAE ഒരു കമ്പനിയായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. IRDAയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ന്യൂസ് ഉള്ളത്, ഗിഫ്റ്റ് സിറ്റിയിൽ ഇവരുടെ ഒരു IRDAയുടെ ഒരു സബ്സിഡിയറി കമ്പനിക്ക് ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ നടത്താനായിട്ടുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഗോവ കാർബണിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി റെസ്യൂം ചെയ്യാനായിട്ട്, പുനരാരംഭിക്കാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. രാംകോ സിസ്റ്റം കമ്പനി ഇവരുടെ എയർക്രാഫ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ സോഫ്റ്റ്വെയർ അവർ ലോഞ്ച് ചെയ്തു. ഇനോക്സ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യൻ പേറ്റൻറ്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ പേറ്റൻറ്റ് ലഭിച്ചു. ലെമൺ ട്രീ ഹോട്ടൽ കമ്പനി മിറ റോഡിൽ പുതിയ 108 റൂമുള്ള ഹോട്ടൽ അക്യൂർ ചെയ്തു. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി സ്കിപ്പേഴ്സായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇസൂമോ കമ്പനി സെമി കണ്ടക്ടർ സെൻറ്റർ തുടങ്ങാനായിട്ട് ബാംഗ്ലൂരിൽ ഒരു പുതിയ സെൻറ്റർ അവർ ലോഞ്ച് ചെയ്തു. അദാനി പോർട്ട് ഇൻ്റർനാഷണൽ കമ്പനിയായിട്ടുള്ള
റോറിക്സ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, അദാനി പോർട്ട്. സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് കമ്പനി മാക്സ് ആസ്ട്രിയ ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ടിന്ന റബ്ബർ കമ്പനി ലയൺഷെയർ ഹോൾഡിങ്സ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ലോജിക്ക ഇൻഫോവേ കമ്പനി ഇവർ സാംസങ് ഇലക്ട്രോണിക്സ് ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആസ്ട്ര മൈക്രോവേവ് കമ്പനി ഇവർ പ്രീമിയർ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അശോക് ബിൽഡ്കോൺ കമ്പനിക്ക് മാൽഡീവ്സിൽ ഒരു പുതിയ കൺസ്ട്രക്ഷൻ ഓർഡർ കിട്ടി. ഡയമണ്ട് പവർ കമ്പനിക്ക് ഗുജറാത്ത് ഹൈക്കോടതിൻ്റെ ഭാഗത്തു നിന്നൊരു പുതിയ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണുള്ളത്. നമ്മുടെ ടെലഗ്രാമിൻ്റെയും നമ്മുടെ ട്രേഡ് ബഡ്ഡിയുടെയും ജോയിൻ ചെയ്യാവുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഇന്ന് പിൻ ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാം. ട്രേഡ് ബഡ്ഡിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്? ഡിവിഡൻറ്റും അത് IPO പോലെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.